ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഡെസേർട്ട്സ്. അപ്പോൾ അതുപോലത്തെ ഒരു ഡെസേർട്ടാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. പാലും ബ്രെഡും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡെസേർട്ട് എന്തായാലും ഇഷ്ടമാവും എന്നുള്ളത് ഉറപ്പാണ്. വളരെ ഈസിയാണ് റെഡിയാക്കാൻ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങളെല്ലാവരും ചെയ്യുന്നതുമാണ്, ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഒരു വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്കുള്ള പാലിൻ്റെ ആ ഒരു മിക്സ്ചർ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് പാലുകൊണ്ടാണ് ഈ ഒരു മിക്സ്ചർ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത്രയും അധികം ബ്രെഡൊന്നും എടുക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ 1 കപ്പ് പാലുകൊണ്ടും ഈ ഒരു ഡെസേർട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ 2 കപ്പ് പാൽ നന്നായിട്ട് തിളച്ചിട്ട് അത് നന്നായിട്ട് കുറുകി വരണം, എന്നിട്ട് നമ്മൾ ബാക്കിയൊക്കെ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്കുള്ള ബ്രെഡ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട്, ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഒരു 6 ബ്രെഡിൻ്റെ സ്ലൈസ് എടുക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ബ്രെഡിൻ്റെ സ്ലൈസ് എടുക്കാം. ഈ ഒരു മിൽക്ക് മിക്സ്ചർ ചിലപ്പോൾ 10 ബ്രെഡിലേക്കുള്ള മെഷർമെൻറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ് മാത്രം എടുത്താൽ മതി. പിന്നെ ഇതിലേക്കുള്ള പാലിൻ്റെ മിക്സ്ചറും അതുപോലെ ബ്രെഡ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അത് രണ്ടും നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതിന് മുമ്പ് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല. അപ്പോൾ ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഈ മിക്സ്ചറിലേക്ക് പാലിൻ്റെ മിക്സ്ചറിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബ്രെഡ് പൊടിച്ചത്. അപ്പോൾ പാലിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്തെടുക്കുക. അപ്പോൾ അഥവാ കണ്ടൻസ്ഡ് മിൽക്ക് വീട്ടിലില്ല എന്നാണെങ്കിൽ കുറച്ച് പാൽപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഒരു ചെറിയൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുള്ളൂ. അതിൻ്റെ കൂടെ ഒരു ഏലക്ക ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലയ്ക്ക ഒരു ടേസ്റ്റ്, ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ്. അതുപോലെ പഞ്ചസാര ഇതിലേക്ക് ഒരുപാട് ചേർക്കണ്ട, കാരണം നമ്മുടെ ഈ ഒരു മിക്സ്ചർ ഭയങ്കരമായിട്ട് മധുരമായി പോകും. അപ്പം കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് നട്ട്സ്, അത് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കുക. ഞാൻ ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ബ്രെഡ് പൊടിച്ചത്, ഞാൻ നേരത്തെ ബ്രെഡിൻ്റെ സൈഡ് എടുത്ത് പൊടിച്ചല്ലോ, അത് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഫ്ലെയിം വളരെ കുറച്ചാണ് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് എല്ലാം ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് കുങ്കുമപ്പൂവും കൂടി ചേർത്ത് കൊടുക്കാം, ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ അഥവാ ഇനി കുങ്കുമപ്പൂ നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നാണെങ്കിൽ അതിന് പകരം 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ചേർക്കണ്ട, കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക, ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇനി അതവിടെ ഇരിക്കട്ടെ. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം ആ ഒരു മിക്സ്ചർ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് എണ്ണയിൽ അല്ലെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ നെയ്യൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ചേർത്തിട്ടുള്ളത്, സാധാ ഓയിൽ ചേർത്തിട്ടുള്ളത്. അതിലിട്ടിട്ട് നമുക്ക് ഈ ബ്രെഡിൻ്റെ സ്ലൈസസ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. 2 വശവും നല്ല ക്രിസ്പാക്കിയിട്ട് വരുന്ന വരെ ഒന്ന് എടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബ്രെഡ് പൊരിച്ചെടുക്കുന്നത് നല്ലോണം ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കാം, ഒരുപാട് എണ്ണയിൽ വറുത്തെടുക്കാം. അപ്പോൾ ഭയങ്കരമായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടും, പക്ഷേ ഭയങ്കരമായിട്ട് ഓയിൽ ഉണ്ടാവും അതിൽ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാൻ എപ്പോഴും ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. ഇതാവുമ്പം നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും, പക്ഷേ ഒരുപാട് ഓയിലൊന്നും ഉണ്ടാവില്ല. നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിൽ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേത് മെത്തേഡ് വേണമെങ്കിലും ഫോളോ ചെയ്യാം കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഒട്ടും തന്നെ ഓയിലി അല്ല, പക്ഷെ നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ നെയ്യോ ഒക്കെ ചേർക്കാം, ഇത് ഈ ഓയിലിന് പകരം ചേർത്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ ചെയ്തെടുക്കുക. പിന്നെ നല്ല സിമ്പിൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഓയിലിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കി എല്ലാ ബ്രെഡും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ മിക്സ്ചർ ഇപ്പോൾ നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്. വല്ലാണ്ട് കട്ടിയാക്കി എടുക്കേണ്ട, കാരണം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ നമ്മൾ സെർവ് ചെയ്യുകയാണെങ്കിൽ ഇതൊന്നുകൂടെ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചൂടോട് കൂടിയിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു തിക്നെസ് മതി, ഒരുപാട് തിക്കാക്കി എടുക്കൊന്നും വേണ്ട. അപ്പോൾ ഇത് ഇങ്ങനെയാണ് സെർവ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ചൂടോട് കൂടിയിട്ടാണ് സെർവ് ചെയ്യുന്നത് കേട്ടോ.
പിന്നെ ഈ ഒരു ഡെസേർട്ട് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ മാത്രം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തെടുത്താൽ മതി. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. രണ്ടും കൂടി ഒരുമിച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നേരം വെക്കുകയാണെങ്കിൽ ഈ ബ്രെഡ് ഭയങ്കരമായിട്ട് സോഫ്റ്റായി പോകും. ഇതെപ്പോഴും ടേസ്റ്റ് നല്ല ക്രിസ്പായിട്ട് ബ്രെഡ് കിട്ടുമ്പോഴാണ്. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ സമയത്ത് മാത്രം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കുക. അതൊന്ന് മനസ്സിൽ വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മിൽക്ക് മിക്സ്ചർ ആദ്യം ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ മുകളിൽ നമ്മൾ ബ്രെഡ് ഫ്രൈ ആക്കിയത് വെച്ച് കൊടുത്തു. എന്നിട്ട് കുറച്ചുകൂടെ മിൽക്ക് മിക്സ്ചർ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തു. ഇനി കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. എന്നാൽ ഭയങ്കര ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്നൊരു ഡെസേർട്ടാണ്. നമുക്ക് എപ്പോഴെങ്കിലും മധുരം എന്തെങ്കിലും കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അപ്പോൾ പോയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡെസേർട്ട് കൂടിയാണിത്. പാലും ബ്രെഡും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റില്ലേ. പിന്നെ നമുക്ക് ഈ നട്ട്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിർബന്ധമില്ല. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ വേണ്ട ആവശ്യമില്ല. എന്നാലും ടേസ്റ്റൊക്കെ സെയിം തന്നെയാണ്. പിന്നെ ഈ ഒരു ഡെസേർട്ട് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു ഡെസേർട്ട് തന്നെയാണ്. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതിന് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും ഒക്കെ എഴുതി അറിയിക്കണം കേട്ടോ. അപ്പോൾ വേറെ നല്ല അടിപൊളി റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.